ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് ഉപയോഗപ്രദമായ കുറച്ചധികം നല്ല ടിപ്സുകളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് എന്ന് നോക്കാം. നമ്മൾ ചില സമയത്തുണ്ടാകുന്ന മഴ കാരണം നമ്മുടെ കറണ്ടൊക്കെ പോയി ഒരു ദിവസം മുഴുവനായിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയി വന്നിട്ട് ഇരുന്നുകൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വീട്ടിലുള്ള പാല് കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാനുള്ള നല്ലൊരു മെത്തേഡാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കാച്ചിയ പാൽ തന്നെ എടുക്കണമെന്നില്ല, കാച്ചാത്ത പാലാണെങ്കിലും അത് ഉപയോഗിക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ ഒരു പാത്രം എടുക്കാം. എന്നിട്ട് ഈ പാത്രത്തിലേക്ക് നമുക്കൊരു 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിക്കുന്ന വെള്ളം ചൂടുണ്ടാവരുത്, നോർമൽ ടെമ്പറേച്ചറുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചുള്ള പാൽ ഇതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. പാൽ നമ്മൾ ഈ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകരുത്. ഈ പാത്രത്തിൻ്റെ ഈ പാലിൻ്റെ അളവ് എത്രയുണ്ടോ അത്രയും ഭാഗത്ത് ഈ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഞാനൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നനവില്ലാത്ത തുണിയാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കവർ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം വെച്ചുള്ള പാത്രം ഇത്തിരി വലിപ്പമുള്ള പാത്രമാണ്, അപ്പോൾ അതിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചുള്ളത്. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ഈ തുണി മുഴുവനായിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. പക്ഷെ നമ്മൾ പാലിനെ ഇതുപോലെ കവർ ചെയ്തതിന് ശേഷമുള്ള തുണിയാണ് നമ്മൾ വെള്ളത്തിലേക്ക് വെക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ പതുക്കെ പതുക്കെ ഈ തുണിയും ഒരു തണുപ്പ് വരും. ഇങ്ങനെ നനവ് ഇങ്ങനെ കോട്ടൺ തുണിയാകുമ്പോൾ പതുക്കെ പതുക്കെ നനവ് ഈ തുണിയിലേക്കും വരും. പക്ഷേ തുണിയിൽ നിന്ന് വെള്ളം ഒട്ടും തന്നെ പാലിലേക്ക് വീഴില്ല. എത്ര ചൂടുള്ള കാലാവസ്ഥയിലും പാലിന് നമുക്ക് കേടുകൂടാണ്ട് സൂക്ഷിക്കാനുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, കറണ്ട് പോയൊരു സാഹചര്യത്തിൽ നിങ്ങളിത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. പാൽ ഒരു ദിവസം മുഴുവനും നമുക്ക് കേടുകൂടാണ്ട് സൂക്ഷിക്കാനുള്ള നല്ലൊരു മെത്തേഡാണ്. ഇതുപോലെ നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചുള്ള ബേക്കിംഗ് സോഡ, ഈസ്റ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വേറൊരു ബോട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഏറെ ഈസി ആയിട്ട് നമുക്ക് സൂക്ഷിക്കുന്നതിനുള്ള നല്ലൊരു മെത്തേഡാണ് കേട്ടോ. ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കായിരിക്കും, നമ്മൾ ഡേറ്റ് തീരുന്നവരെ ഉപയോഗിക്കാനുള്ള നല്ലൊരു മെത്തേഡ്. പക്ഷേ ഈ ഒരു ഇത് നമുക്ക് സീൽ ചെയ്ത് നല്ല രീതിയിൽ എയറൊന്നും കിടക്കാത്ത രീതിയിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ടുള്ള വേണ്ടത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഈ പൊട്ടിച്ച കവറുണ്ടല്ലോ അത് ഉള്ളിലേക്ക് നല്ല രീതിയിൽ മടക്കി വെച്ച് കൊടുക്കുക. നിങ്ങൾ ഒരുപാട് ഓപ്പൺ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഓക്കെ. എന്നിട്ട് ഇതുപോലെ ഇത് കീറിക്കളയരുത് ഈ മുകളിൽ വരുന്ന ഒരു ഇതിൻ്റെ സീലിംഗ് ആയി വരുന്ന ഭാഗം. എന്നിട്ട് അതെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് എടുക്കുക. റബ്ബർ ബാൻഡ് നന്നായിട്ട് ടൈറ്റ് ആവുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. എയർ കിടക്കാത്ത രീതിയിൽ ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ് തീരുന്നവരെ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. നല്ല നാടൻ മാമ്പഴ പുളിശ്ശേരി നമുക്ക് കുക്കറിൽ എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6 മാമ്പഴമാണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയുള്ള മാമ്പഴമാണ്. എന്നിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം നമുക്കൊന്ന് നീക്കം ചെയ്യാം. തൊലി ഉപയോഗിക്കാതെയാണ് ഞാൻ ഈ കറി വയ്ക്കുന്നത്. എനിക്ക് തൊലി ഇഷ്ടമില്ലാത്തത് കാരണമാണ് ഞാൻ തൊലി ആദ്യം നീക്കം ചെയ്യുന്നത്. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ തൊലി റിമൂവ് ചെയ്യാം കേട്ടോ. ഈ തൊലി കളഞ്ഞുള്ള പഴുത്ത മാങ്ങേൻ്റെ കൂടെ ഞാൻ ചേർത്തി കൊടുക്കുന്നത് കുറച്ച് വെള്ളരിക്കേൻ്റെ കട്ട് ചെയ്തുള്ള പീസുകളാണ് കേട്ടോ. ഞാൻ വെള്ളരിക്ക ചേർത്തി കൊടുക്കാറുണ്ട്. വെള്ളരിക്ക ചേർത്താൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വെറും മാങ്ങ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, പിന്നെ വേണ്ടത് നമുക്ക് ഉപ്പും ചേർത്തി കൊടുക്കാം, പിന്നെ കറിവേപ്പില. നമ്മളിപ്പോൾ ചേർത്തിട്ട് എല്ലാം വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുക്കർ അടച്ചിട്ട് വേവിക്കാൻ വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 1/2 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇതുപോലെ ഇങ്ങനെ പൂണ്ടെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് അരപ്പിലേക്ക് ചേർത്താനായിട്ട് പോകുന്നത് കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂൺ അളവ് ജീരകം ചേർത്തിട്ടുണ്ട്. ഈ ജീരകത്തിൻ്റെ കൂടെ തന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ കടുകാണ്. നമ്മൾ ജീരകം ചേർത്തി അതേ അളവിൽ തന്നെ കടുകും ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഈ തേങ്ങ അരച്ചെടുക്കുന്നത് ഞാൻ തൈരിലാണ് കേട്ടോ. ചില ആളുകൾ മാങ്ങയിൽ തൈര് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാറുണ്ട്. ഞാൻ ഈ തേങ്ങ അരയ്ക്കുന്നതിലേക്കാണ് തൈര് ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒരല്പം വെള്ളം കൂടി ചേർത്ത് നമുക്ക് പുളിപ്പിനാവശ്യമുള്ള തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 2-3 വിസിലടിച്ച് നല്ലതുപോലെ വേവിച്ചെടുത്തുള്ള ഈ മാമ്പഴം ഇനി ഈ ഒരു മിക്സിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ തേങ്ങയുടെ കൂട്ടുകൂടി ചേർത്ത് കൊടുക്കട്ടോ. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. മാമ്പഴവും വെള്ളരിക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സിലേക്കാണ് നമ്മളിനി തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുന്നത്. ഈ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ.
ജസ്റ്റ് ഒന്ന് തള വന്നു കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കടുക് താളിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കടുക് താളിക്കുമ്പോൾ ഉലുവയും കടുകും കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്തിട്ട് താളിച്ചിട്ട് കൊട്ടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നമ്മൾ പച്ചക്കറി വാങ്ങിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കേടുവന്ന് പോകുന്നൊരു വെജിറ്റബിളാണ് ക്യാരറ്റ്. അപ്പോൾ നമുക്ക് കൂടുതൽ ദിവസം ക്യാരറ്റ് ഉപയോഗിക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്സാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു ബോക്സ് എടുക്കാം. ഈ ബോക്സിനകത്തേക്ക് നമ്മൾ പച്ചക്കറിയൊക്കെ നന്നാക്കിയിട്ട് വേസ്റ്റായി വരുന്ന സവാളയുടെ തൊലി ഇല്ലേ, സവാളേൻ്റെ തൊലി ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ആ ബോക്സിൻ്റെ താഴ്ഭാഗത്ത് ഈ സവാളയുടെ തൊലി നിരത്തി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഈ സവാളയുടെ തൊലിയുടെ മുകളിലേക്ക് നമ്മുടെ ഈ ക്യാരറ്റ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിരത്തി വെച്ച് കൊടുക്കുക. ക്യാരറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ബോക്സ് മൂടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും തന്നെ ക്യാരറ്റ് ചീത്തയാവാതിരിക്കും കേട്ടോ. സാധാരണ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും തന്നെ പെട്ടെന്ന് തന്നെ ക്യാരറ്റ് ചീത്തയായി പോകാറുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ ക്യാരറ്റ് ഒന്നും പോലും ചീത്തയായി പോവില്ല. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല റിസൾട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇനി ഒരുപാട് ക്യാരറ്റ് വാങ്ങാനായിട്ട് നമ്മൾ മടിക്കേണ്ട, ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ വെറുതെ കളയുന്ന ചക്കക്കുരു ഉണ്ടെങ്കിൽ ഇതുപോലെ നൂഡിൽസ് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആ വെള്ളമെല്ലാം ഒന്ന് ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ഇതിൻ്റെ പുറമുള്ള തൊലി നീക്കം ചെയ്യുന്നത്. വെള്ളം ഉണങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ പുറത്തുള്ള തൊലി നീക്കം ചെയ്യാനായിട്ട് എളുപ്പമാവുക. അപ്പോൾ ഇതുപോലെ അതിൻ്റെ തൊലിയെല്ലാം നീക്കം ചെയ്യാം. പുറമുള്ള തൊലി മാത്രമാണ് ഞാൻ എടുത്ത് മാറ്റുന്നത്. ഉള്ളിൽ ഒരു ബ്രൗൺ കളറിലെ തൊലി ഞാൻ എടുത്ത് മാറ്റുന്നില്ല. അത് ഒരുപാട് മെഡിസിൻ വാല്യൂ ഉള്ള ഒന്നാണ്. ഇതിൻ്റെ പുറമുള്ള ഇതുപോലത്തെ കാണുന്നില്ലേ ഒരു ബ്രൗൺ കളറിലെ തൊലി, അത് നമുക്ക് എന്തായാലും വേണം കേട്ടോ. അത് അത്രയും മെഡിസിൻ വാല്യൂ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്തതിന് ശേഷമായിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് വെള്ളമൊന്നും ചേർത്താണ്ട് ആദ്യം ഒന്ന് ഈ കട്ട് ചെയ്തുള്ള ചക്കക്കുരു ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചതച്ചെടുത്തുള്ളതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. മാക്സിമം എത്രത്തോളം അരയ്ക്കാൻ പറ്റും ആ രീതിയിൽ അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അരച്ചെടുത്തുള്ള ഒരു മിക്സ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു പാത്രത്തിന് മുകളിലേക്ക് ഞാനൊരു കോട്ടൺ തുണി ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരല്പം കൂടി വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ പാലാണ് പിഴിഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഈ ചക്കക്കുരുവിൻ്റെ പാല് രൂപത്തിൽ വരുന്ന ഈ ഒരു ലിക്വിഡാണ് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത് കേട്ടോ. ശരിക്കൊരു പാലിൻ്റെ ഒരു കളറിൽ തന്നെയാണ് നമുക്കിത് കിട്ടുക. എന്നിട്ട് നല്ലതുപോലെ അതിൻ്റെ അകത്തുള്ള പാലെല്ലാം നമുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അങ്ങനെ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ ആദ്യം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അങ്ങനെ വെക്കുന്ന സമയത്ത് തന്നെ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളം മുകളിലേക്ക് പൊങ്ങി നിൽക്കും. എന്നിട്ട് ആ വെള്ളം നമ്മൾ ഒഴിച്ച് കളയുക. എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒരു അരമണിക്കൂറും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ അതിൻ്റെ താഴ്ഭാഗത്ത് ഈ ഒരു ചക്കക്കുരുവിൻ്റെ ഒരു മാവ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സ്റ്റാർച്ച് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിതിന് മുകളിൽ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ച് മാറ്റിയതിന് ശേഷം കിട്ടുന്ന ഒരു മാവ് രൂപത്തിലുള്ള ചക്കക്കുരുവിൻ്റെ പൗഡറാണ് കേട്ടോ അത്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നല്ല വെള്ളം ഒഴിച്ച് വെച്ചതാണ്. ഇനി ഈ ഒരു മിക്സിലേക്ക് നമുക്ക്, അതായത് ഈ ചക്കക്കുരുവിൻ്റെ മാവിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു ലിക്വിഡ് രൂപത്തിലല്ലേ ഈ ചക്കക്കുരുവിൻ്റെ ഇത് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒരു മാവ് രൂപത്തിലാക്കി എടുക്കണം. നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മളൊരു ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഈ മാവ് തിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തിക്കായി കിട്ടും കേട്ടോ. അപ്പോൾ നല്ലതുപോലെ സോഫ്റ്റ് ആവുന്ന രീതിയിൽ കുഴച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ മാവ് ഒന്ന് കുറച്ച് സമയം നമുക്ക് ഒന്ന് ക്ലിം റാപ്പ് വെച്ച് കവർ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പോലെ മാവ് ഉരുളകളാക്കി എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതിങ്ങനെ പരത്തുന്ന സമയത്ത് ഒരുപാട് വലുതാക്കിയിട്ട് പരത്തേണ്ട, കുറച്ച് നമ്മുടെ ചപ്പാത്തീൻ്റെ സൈസിന് പരത്തിയെടുത്താൽ മതിയാവും. എന്നിട്ട് നിങ്ങൾ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വയ്ക്കുക. നല്ലതുപോലെ തിളച്ച് വരണം. ഒരു ഉപ്പും കുറച്ച് എണ്ണയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ വെള്ളത്തിനേക്കാട്ടിലും ഉള്ളിൽ നിൽക്കണം നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഈ ഒരു ചപ്പാത്തിയുടെ സൈസ് ഉണ്ടായാൽ മതിയാവും. ഇത് കുറച്ചും കൂടി വലിയ സൈസായിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ ചുളിഞ്ഞിരിക്കുന്നത്. ഇത് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ ഇനി ഇത് എടുത്തിട്ട് ഐസ് വാട്ടറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഐസ് വാട്ടറിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ മുകളിലുള്ള എല്ലാ പശ പോലെ നിൽക്കുന്ന എല്ലാം പോയി കിട്ടും.
എന്നിട്ട് വെള്ളത്തിൽ നിന്നെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം അത് വെള്ളമെല്ലാം വാർന്നിട്ട് ഇങ്ങനെ ഞാൻ എല്ലാം കൂടിയും ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വലുതാക്കി പരത്തിയത് കാരണം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാൻ. അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒട്ടിയൊന്നും പിടിക്കില്ല കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് എല്ലാം ഒന്നൊന്ന് നമുക്ക് വിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. നിങ്ങൾക്ക് എത്രത്തോളം തിന്ന് വേണം അതിനനുസരിച്ച്, വീതി വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ചക്കക്കുരു എന്ന് പറയുന്നത് പലർക്കും ഇഷ്ടമില്ലാത്ത ഒന്നായിരിക്കാം. പക്ഷേ ഇതുപോലെയെല്ലാം നമ്മൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. പിന്നെ നമ്മൾ എന്താ പറയുക, നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഓരോന്നും നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടല്ലേ. നമ്മുടെ നൂഡിൽസ് റെഡിയായി. നമുക്ക് ഈ പെട്ടെന്ന് തന്നെ അത് കുക്ക് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കുക. നന്നായിട്ട് ഉണക്കി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ബോട്ടിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള നൂഡിൽസ് വെച്ചിട്ടുള്ള ഒരു മസാലയാണിത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു നൂഡിൽസ് നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.